ഹായ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരുങ്ങി കെട്ടിയിരിക്കുന്ന വേറൊന്നിനുമല്ല, ശനി ഞായർ ആകുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കാൻ പോവേ. ഞാൻ എൻ്റെ 5ാം ക്ലാസ് മുതൽക്ക് 10ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന ട്യൂഷൻ തന്നെയാണ് അത്. അന്നും ഞാൻ ലേറ്റായിട്ടാണ് പോകുന്നത്, ഇന്നും ഞാൻ ലേറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അന്ന് എനിക്ക് അടി കിട്ടുമായിരുന്നു, ഇന്ന് എനിക്ക് അടി കിട്ടൂല. അത് തന്നെ. ഇത് ഞാൻ അവർക്ക് വർക്ക് കൊടുത്തിട്ട് അവരറിയാണ്ട് എടുത്ത വീഡിയോ ആണ്. പിന്നെ ഇത് ക്ലാസ്സിലെ ഒട്ടുമിക്ക എല്ലാ ഗേൾസിൻ്റെ കയ്യിലുള്ള ജേർണൽസ് ബുക്കാണ്. നല്ല രസമാണ് ഇത് കണ്ടിരിക്കാനായിട്ട്. ഇന്ന് ഞാൻ കുറേ മേടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചു. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു, ഓ യൂട്യൂബിലിടാനാണല്ലേ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഊക്കലിട്ടിട്ടുള്ള ട്യൂഷൻ സെന്റർ എന്നാണ്. ഇപ്പൊ പിള്ളേരും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പഠിക്കുമ്പോഴത്തേക്കും പഠിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ പോരെ, കുറച്ച് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവർ ഈ കാണിക്കുന്നത് മാരക അഭിനയമാണ്. ഇത്രയും നേരം അലച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരിയും കെട്ടിതാ മിണ്ടാതിരിക്കുന്നതാണത്. ബൈ ഞാനൊരു സ്ട്രിക്ട് ടീച്ചറൊന്നും അല്ല. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും കൂടി അമ്മാമ്മൂട്ടി പോയി. പോകുന്ന വഴി കാണാൻ അടിപൊളിയാണ്, ഒരുപാട് വയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അമ്മാമ്മ വീടെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ഒരുപാട് നല്ല ഓർമ്മകളുള്ള സ്ഥലമാണ്. പണ്ട് നമ്മൾ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും എല്ലാവരും കൂടി അമ്മാമ്മൂട്ടി പോകുമായിരുന്നു. പിന്നെ ശനിയോ ഞായറൊക്കെയാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. പിന്നെ ഈ കിടക്കുന്ന ഷീറ്റ് കുട്ടന്മാരെ എടുക്കാനാണ് ഇന്ന് നമ്മൾ വന്നത്. ഇവിടെ ഇപ്പോൾ ആളില്ല, അമ്മാമ്മ നമ്മളോടെയാണ്. അപ്പോൾ അവിടെ കുറച്ച് ക്ലീനിങ്ങും ഈ ഷീറ്റ് എടുക്കലും ഒക്കെ ആയിട്ടാണ് ഇന്ന് വന്നത്. അവിടെ പിന്നെ ഫുൾ ഇങ്ങനത്തെ തോടും കുളവും ഒക്കെയാണ്. ഈ തോട്ടിലേക്ക് കിടന്ന് എന്തോരം മീൻ പിടിച്ചതാണെന്നറിയോ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.